أنت أم أم أب ما رأينا فيهما مثل حسنك قط يا سيدي خير النبي. റബീഉൽ അവ്വൽ മാസം അനുഷ്ഠാനപരമായ ഒരു പ്രാധാന്യവും ഇല്ലാത്ത മാസമാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. അതേസമയം ചരിത്ര പ്രധാനമുള്ള മാസമാണ് റബീഉൽ അവ്വൽ മാസം. നമ്മുടെ ജീവന്റെ ജീവനായ മുഹമ്മദ് മുസ്തഫ ജനിക്കുകയും പ്രവാചകനായിരിക്കെ തന്നെ നമ്മോട് വിട പറയുകയും ചെയ്ത മാസം കൂടിയാണ് റബീഉൽ അവ്വൽ മാസം. പൊതുവെ സോഷ്യൽ മീഡിയയിലും പൊതുസമൂഹത്തിലും പരിശോധിച്ചാൽ 4 തരം ആളുകളെ നമുക്ക് കാണാൻ പറ്റും. അതിലൊരു വിഭാഗം ആളുകൾ പള്ളികളൊക്കെ മനോഹരമായി അലങ്കരിച്ച് ഉണ്ണി യേശുവിനെ പോലെ ഉണ്ണി മുഹമ്മദ് എന്ന് എഴുതി വെക്കാൻ ഇനി അധികം താമസമില്ല എന്ന് തോന്നുന്ന തരത്തിൽ വലിയ ആഘോഷങ്ങളായി വലിയ തരത്തിലുള്ള കുരുത്തോലകളൊക്കെ സംഘടിപ്പിച്ച് വർണ്ണ വിഭവങ്ങളോടെയുള്ള വെളിച്ച സാങ്കേതിക മേന്മയോടുകൂടിയുള്ള വലിയ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചും റോഡുകളൊക്കെ ബ്ലോക്കാക്കി വലിയ പരിപാടികൾ സംഘടിപ്പിച്ചും ഇതിനെതിരെ വിയോജിക്കുന്ന ആളുകളെ കുത്തിപ്പറയുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ. രണ്ടാമത്തെ ഒരു വിഭാഗം ആളുകൾ ഇതൊക്കെ ശിർക്കാണ്, പൂർണ്ണമായ ശിർക്കാണ്, അനിസ്ലാമികമാണ്, ഗവൺമെന്റ് കൊടുത്ത അവധി പോലും ഉപയോഗപ്പെടുത്താൻ പാടില്ല, അങ്ങനെ ഉപയോഗപ്പെടുത്തുന്നത് പോലും ശിർക്കാണ്, അനുകൂലിക്കുന്ന ആളുകളെ മുശ്രിക്കാക്കുന്ന കുത്തിപ്പറയുന്ന മറ്റൊരു കൂട്ടം ആളുകളെയും നമുക്ക് സോഷ്യൽ മീഡിയയിലും പൊതുസമൂഹത്തിലും കാണാൻ പറ്റും. മൂന്നാമത്തെ ഒരു കൂട്ടം ആളുകൾ നബി ജനിച്ചാലും കുഴപ്പമില്ല, ജനിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, സ്വലാത്തില്ല, നമസ്കാരമില്ല, തിന്നാൻ കിട്ടുകയാണെങ്കിൽ വരും, തിന്നാണ്ടെങ്കിൽ ആര് വിളിച്ചാലും പോകും, മറ്റൊരു കാര്യത്തിലും അതൊന്നും അവരെ ഒരു തരത്തിലും സ്വാധീനിക്കാത്ത ഒരു പ്രത്യേകതരം ഭൗതികവാദികളായ കുറേ ആളുകൾ. മഅദല്ല, അങ്ങനെയും ഒരു വിഭാഗം ആളുകളുണ്ട്. മൂന്നാമത്തെ ഒരു കൂട്ടം. നാലാമത്തെ ഒരു വിഭാഗം ആളുകൾ ഇസ്ലാമിക ദൃഷ്ടിയ ശരി എന്ന് തോന്നുന്ന കാര്യങ്ങളെ അംഗീകരിക്കുകയും ഏതെങ്കിലും അർത്ഥത്തിലുള്ള ശരികേടുണ്ടെങ്കിൽ അതിനെ വളരെ ക്രിയാത്മകമായി അതിനെ തെറ്റുതിരുത്താൻ വേണ്ടി പരിശ്രമിക്കുകയും വലിയ കുറ്റകൃത്യമല്ലാത്ത കാര്യങ്ങൾക്കെതിരെ കണ്ണടക്കുകയും അനുകൂലമായ സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തി പരമാവധി മുഹമ്മദ് റസൂലുള്ളയെ സമൂഹത്തിൽ പരിചയപ്പെടുത്തുകയും മുഹമ്മദ് റസൂലുള്ളയുടെ സാന്നിധ്യം, മുഹമ്മദ് റസൂലുള്ളയുടെ ജീവിതം, മുഹമ്മദ് റസൂലുള്ളയുടെ മാതൃക മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്ത് മുന്നോട്ട് പോകണം എന്നാഗ്രഹിക്കുകയും ചെയ്യുന്ന വിഭാഗം. ഇങ്ങനെ 4 കൂട്ടരാണുള്ളത്. ഞാനെന്തായാലും ഈ 4ാമത്തെ കൂട്ടത്തിലാണ് ഉള്ളത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകനെ സ്നേഹിക്കണം. സ്നേഹിക്കാത്തവൻ മുഅ്മിനല്ല, വിശ്വാസിയല്ല. പ്രവാചകനെ ഇഷ്ടപ്പെടുകയും പ്രവാചകൻ പഠിപ്പിച്ച കാര്യങ്ങൾ, പുതിയ കാര്യങ്ങൾ, പഠിപ്പിച്ചത് പഴയതാണെങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ അത് പുതിയതാകും. പലതും നമുക്ക് പുതിയതായി ചെയ്യാൻ പറ്റും. അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂലിനോട് നീതി പുലർത്തുകയും ചെയ്യുക എന്നത് ഈ കാലഘട്ടത്തിലെ വലിയ ശ്രദ്ധേയമായ ഒരു മുന്നേറ്റമായി നമുക്ക് മനസ്സിലാക്കാം. പ്രവാചകനെ പ്രതിരോധിക്കേണ്ടി വരും. എങ്ങനെയാണ് നബി നമ്മൾ പ്രതിരോധിക്കുക? എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മൾ പ്രതിരോധിക്കുക? എന്തെല്ലാം ആരോപണങ്ങളാണ് റസൂലിനെ കുറിച്ച് ഉള്ളത്? ഏത് രീതിയിലാണ് റസൂലിനെ പ്രതിരോധിക്കേണ്ടത്? പ്രവാചക ചരിത്രത്തിലെ ഒരു ചരിത്ര ഭാഗം ഇമാം ദഹബി അദ്ദേഹത്തിന്റെ സീറു അഹ്ലാമിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഉഹുദ് യുദ്ധം അവസാനിച്ചു. മുസ്ലിമീങ്ങൾ ഭൗതികമായി ഒരർത്ഥത്തിൽ പരാജയപ്പെട്ടു. 70ഓളം സ്വഹാബിമാർ രക്തസാക്ഷികളായ സ്വഹാബിമാരെയും വെട്ടേറ്റ് വീണ് കിടക്കുന്നവരെയും മുറിവ് പറ്റിയവരെയും മരിച്ചവരെയും മരിക്കാത്തവരെയും ഒക്കെ കണക്കെടുക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ പ്രവാചകൻ സെയ്ദ് ബിൻ സാബിത്തിനെ ചുമതലപ്പെടുത്തി. അദ്ദേഹം യുദ്ധ വളണ്ടിയർ കൂടിയാണ്. അദ്ദേഹം അതിന് പുറപ്പെടുന്ന സമയത്ത് റസൂലുള്ള പുറകിൽ നിന്ന് വിളിച്ച്, സെയ്ദേ, പ്രത്യേകം നീ ഒരാളെ നോക്കണം,
സഅദ് ബിൻ റബീഅ എന്ന് പറയുന്ന സ്വഹാബി, അദ്ദേഹത്തിന് എന്താ പറ്റിയത്, ജീവനുണ്ടോ, രക്തസാക്ഷിയാണോ എന്ന കാര്യങ്ങൾ പരിശോധിക്കണമെന്നുകൂടി സെയ്ദിനോട് അള്ളാഹുവിന്റെ റസൂൽ ഏൽപ്പിച്ചു. അദ്ദേഹം മറിഞ്ഞു കിടക്കുന്നവരെ മലർത്തിക്കടത്തി മുഖം നോക്കി മുറിവേറ്റവരെ, അല്ലാത്തവരെ, മരണപ്പെട്ടവരെ, ഷഹീദായവരെ ഇതൊക്കെ പരിശോധിച്ചിട്ടും എവിടെയും സഅദിനെ കാണാൻ സാധിച്ചില്ല. അങ്ങനെ കുറെ അങ്ങ് ദൂരം സഞ്ചരിച്ചപ്പോഴാണ് 70-ലധികം വെട്ടേറ്റുകൊണ്ട് സഅദ് റളിയല്ലാഹു അൻഹു മരണത്തോടും മല്ലിടുന്ന അവസ്ഥ അദ്ദേഹത്തിന് കണ്ടത്. റസൂലുള്ള പ്രത്യേകം പേരെടുത്ത് പറഞ്ഞതുകൊണ്ട് അദ്ദേഹം കണ്ണു നിറഞ്ഞാണ് സഅദിന്റെ അടുത്തേക്ക് ചെന്നത്. സഅദിനെ അദ്ദേഹത്തിന്റെ മുഖത്ത് തൊട്ടുകൊണ്ട് ചോദിച്ചു, എന്താണ് സഅദേ പറയാനുള്ളത്, അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? അദ്ദേഹത്തിന്റെ കണ്ണുകൾ മാത്രമാണ് ചലിക്കുന്നത്. ചുണ്ടുകളിൽ അദ്ദേഹം മന്ത്രിച്ചു, അജിദു റീഹൽ ജന്ന, എനിക്ക് സ്വർഗത്തിന്റെ വാസന അനുഭവിക്കാൻ കഴിയുന്നു സെയ്ദേ, എനിക്ക് സ്വർഗത്തിന്റെ വാസന അനുഭവിക്കാൻ കഴിയുന്നു. വഖുൽ ലിഖൗമിൽ അൻസ്വാർ, അൻസ്വാരികളായ സമൂഹത്തോട് ഒരു കാര്യം താങ്കൾ ഉറക്കെ പറയണം, ലാ ഉദ്റ ലക്കും ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ ഒരു തരത്തിലുമുള്ള ഉദ്റും നമുക്കുണ്ടാവുകയില്ല, ഒരു ഇളവ് ഉണ്ടാവുകയില്ല. അൻഖലസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിനെ നേരെ ശത്രുക്കൾ ഓടി വരുമ്പോ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ആദർശത്തെ ആക്രമിക്കാൻ വരുന്ന ആളുകൾക്കിടയിൽ വഫീക്കും ഷഫ്റുൻ യത്റുഫു, കണ്ണിന്റെ ഇമ വെട്ടുന്ന കാലത്തോളം അതിനെ പ്രതിരോധിക്കാത്ത കാലം ഒരിക്കലും അള്ളാഹുവിന്റെ റസൂലിനെ സംരക്ഷിക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ ഒരു ഉദ്റും നമുക്ക് പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുന്ന വളരെ കണ്ണു നിറയുന്ന ഒരു അനുഭവമാണ്. പ്രവാചകനെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് പ്രവാചകന്റെ നന്മകൾ നമ്മൾ ഏറ്റെടുക്കുമ്പോഴാണ്, പ്രവാചകന്റെ സ്വഭാവം നമ്മൾ സ്വീകരിക്കുമ്പോഴാണ്, പ്രവാചകൻ ജീവിച്ചതുപോലെ ജീവിക്കാൻ സാധിക്കുമ്പോഴാണ്, പ്രവാചകൻ പെരുമാറിയതുപോലെ ആളുകളോട് പെരുമാറാനും, ആളുകളോട് ക്ഷമിക്കാനും, ആളുകളോട് സഹിക്കാനും, ആളുകളെ തിരുത്താനും തലോടാനും നമുക്ക് സാധിക്കുമ്പോഴാണ്. അതാണ് ഏറ്റവും വലിയ പ്രതിരോധം എന്ന് പറയുന്നത്. നമുക്കറിയാം, പ്രകൃതിപരമായ സ്നേഹമുള്ളവരാണ് നമ്മളെല്ലാവരും. നമുക്ക് നമ്മുടെ ഉമ്മയെ ഇഷ്ടമാണ്. അതിനൊരുപാട് ന്യായീകരണമുണ്ട്. ഉമ്മയാണ് നമ്മെ പ്രസവിച്ചത്, ഉമ്മയാണ് നമ്മെ മുലയൂട്ടിയത്, ഉമ്മയാണ് നമ്മെ പരിഗണിച്ചത്, ഉപ്പയെ ഇഷ്ടമാണ്, മക്കളെ ഇഷ്ടമാണ്, നമ്മുടെ കച്ചവടവും നമ്മുടെ സൗകര്യങ്ങളും അതിജീവനത്തിന് വേണ്ടി നമ്മൾ നടത്തുന്ന പോരാട്ടങ്ങളും ഒക്കെ നമുക്ക് ഇഷ്ടമാണ്. അതൊക്കെ നമ്മുടെ പ്രകൃതിയുടെ ഭാഗമാണ്. പ്രവാചകൻ നമ്മൾ എങ്ങനെയാണ് ഇഷ്ടപ്പെടേണ്ടത്? എന്തടിസ്ഥാനത്തിലാണ് നമ്മൾ പ്രവാചകൻ ഇഷ്ടപ്പെടേണ്ടത്? എങ്ങനെയാണ് പ്രവാചകനെ പ്രതിരോധിക്കേണ്ടത്? എങ്ങനെയാണ് പ്രവാചകനെ സ്നേഹിക്കേണ്ടത് എന്ന് ആഴത്തിൽ പഠിക്കേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആഴത്തിൽ പഠിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. എന്തുകൊണ്ട് നാം നബിയെ സ്നേഹിക്കണം എന്നതിന് ഒന്നാമത് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു മറുപടി, നിങ്ങൾ ആരെയാണോ സ്നേഹിച്ചത് അവരോടുകൂടി നിങ്ങൾ സ്വർഗത്തിലാണ്. നിങ്ങൾ ആരെയാണോ സ്നേഹിച്ചത് അവരോടുകൂടി നിങ്ങൾ സ്വർഗത്തിലാണ്. പക്ഷെ എന്ത് വേണം? അവരും കൂടി സ്വർഗത്തിലാവണം. അങ്ങനെയാകുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വർഗാവകാശിയാണെന്നിരിക്കെ ആ പ്രവാചകനോടൊപ്പം സ്വർഗത്തിലെത്തണമെങ്കിൽ ആ പ്രവാചകനെ സ്നേഹിക്കണം. ഒരു കാട്ടറബിയായ മനുഷ്യൻ നബിന്റെ അടുക്കൽ വന്ന് അന്നറജുലൻ സഅലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നുകൊണ്ട് അദ്ദേഹം ചോദിച്ചു, പ്രവാചകരെ മതസ്സാഅതു യാ റസൂലല്ലാഹ്, ഖിയാമത്ത് നാൾ എപ്പോഴാ വരിക? ഖിയാമത്ത് നാൾ എപ്പോ വേണേലും വന്നോട്ടെ, നീ അതിനെന്താണ് തയ്യാറായി? നിനക്ക് എന്തൊരുക്കമാണ് ഉണ്ടായിട്ടുള്ളത്? ഇന്ന് ഈ നിമിഷം നീ മരണപ്പെട്ടാൽ, നാളെ നീ മരിച്ചാൽ എന്തൊരുക്കമാണ് നീ നടത്തിയിട്ടുള്ളത് എന്ന് പറയുമ്പോ അദ്ദേഹം പറയുന്നത്രേ, ഒരുപാട് നിസ്കാരവും നോമ്പൊന്നും ഞാൻ ഒരുക്കിയിട്ടില്ല പ്രവാചകരെ. എനിക്ക് എൻ്റെ റബ്ബിനെയും എൻ്റെ പ്രവാചകനെയും അങ്ങേയറ്റം പ്രിയമാണ്, അങ്ങേയറ്റം ഇഷ്ടമാണ്. അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ട് എന്ന് പറയുന്ന കാല അന്ത മഅമൻ അഹ്ബബ്ത, നീ ആരെയാണോ ഇഷ്ടപ്പെട്ടത് അവരോടൊപ്പം നീ സ്വർഗത്തിലാണ് എന്നതാണ്. നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും പ്രിയം റസൂലിനോടാണോ? നമുക്ക് ഏറ്റവും പ്രിയം റസൂലിനോടാണോ? നമുക്ക് ഒരുപാട് ഇഷ്ടങ്ങളുണ്ടാകും. പറ്റുമെങ്കിൽ ഒഴിവുള്ള സമയത്ത് നമ്മുടെ ഇഷ്ടങ്ങൾ ഒരു പേപ്പറിൽ എഴുതി നോക്കുക. നമ്മുടെ കുട്ടികളെ കൊണ്ട് എഴുതിപ്പിച്ച് നോക്കുക. അവർ റൊണാൾഡോയും മെസ്സിയും ഈ ലോകത്തുള്ള ഒരുപാട് സിനിമാ താരങ്ങളും ഫുട്ബോൾ താരങ്ങളും ഒക്കെ അവിടെ പ്രിയപ്പെട്ടവരായിട്ട് വരും. ചിലപ്പോൾ നമ്മളെക്കാൾ, മാതാപിതാക്കളെക്കാൾ അവർക്ക് പ്രിയമുണ്ടാകും.
റൊണാൾഡോനൊക്കെ ഇഷ്ടപ്പെടാം, മെസ്സിനൊക്കെ ഇഷ്ടപ്പെടാം. അവര് സ്വർഗത്തിലാണെങ്കിൽ അവരോടൊപ്പം സ്വർഗത്തിലുണ്ടാകും. അത് നമുക്ക് പറയാൻ കഴിയില്ല. ഈ ലോകത്തെ ഒരു മനുഷ്യനെ കുറിച്ചും നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. ഒരൊറ്റയാളെ കുറിച്ച് മാത്രമാണ് ഉറപ്പായും സ്വർഗത്തിലുണ്ടാവുക എന്ന് പറയുന്നത്. അത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലിനോടൊപ്പം നമുക്ക് സ്വർഗത്തിലെത്താൻ സാധിക്കണമെങ്കിൽ റസൂലിനെ സ്നേഹിക്കാതെ നിവൃത്തിയില്ല എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം, നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹം എന്താ? ഏറ്റവും വലിയ അനുഗ്രഹം, നമ്മൾ ചിലപ്പോൾ നമ്മുടെ മുതലും സമ്പത്തും കുട്ടികളും മക്കളും സൗകര്യങ്ങളൊക്കെ പറഞ്ഞു വരും. ഏറ്റവും വലിയ നമ്മുടെ അനുഗ്രഹം എന്താ അറിയോ? ഹിദായത്താണ്. മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കാൻ നമുക്ക് സാധിക്കുക അള്ളാഹു നമുക്ക് നൽകിയ സന്മാർഗമാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. ആ സന്മാർഗത്തിലേക്ക് നമ്മെ നയിച്ചത് ആരാണെന്നുള്ള ചോദ്യത്തിന് ഒരൊറ്റ മറുപടിയുള്ളൂ, അത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഒരാൾ പൂർണ്ണ വിശ്വാസിയാവാൻ എന്താ വേണ്ടത്? ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. പൂർണ്ണമായി ഒരാൾ മുഅ്മിനാവണമെങ്കിൽ അവന്റെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന, അവൻ ആസ്വദിക്കുന്ന, അവൻ ഇഷ്ടപ്പെടുന്ന എല്ലാ വിഭവങ്ങളെക്കാളും അള്ളാഹുവിന്റെ പ്രവാചകനെ ജീവന തുല്യം സ്നേഹിക്കാതെ മുഅ്മിനാവാൻ കഴിയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ മാത്രമേ മുഅ്മിനാവുകയുള്ളൂ. അങ്ങനെ ആണ് എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കണം. അതുകൊണ്ട് നല്ലൊരു മുഅ്മിനാവണമെങ്കിൽ, മുഅ്മിനായ വിശ്വാസിയാവണമെങ്കിൽ പ്രവാചകനെ സ്നേഹിക്കാതെ, പ്രവാചകനെ പ്രതിരോധിക്കാതെ, പ്രവാചകന്റെ കൂടെ നിൽക്കാതെ നമുക്ക് നിവൃത്തിയില്ല എന്നുള്ളതാണ്. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, എന്തായാലും നമ്മളൊക്കെ മരിക്കും, നമ്മളൊക്കെ ഖബറിലെത്തും, ഒടുവിൽ നമ്മളെ അള്ളാഹു പരലോകത്ത് ഒരുമിച്ച് കൂട്ടും. പരലോകത്താരാ നമുക്ക് തണി? പരലോകത്താരാ നമുക്ക് തണി? നമുക്ക് വിശുദ്ധ ഖുർആൻ പഠിച്ചു നോക്കിയാൽ ഒരുപാട് കാര്യങ്ങൾ, ഓരോ മനുഷ്യനും അവനവന്റെ മാതാപിതാക്കളെ വിട്ടോടുന്ന യൗമയഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസാഹിബതിഹി വബനീഹി. മാതാവിനെ വേണ്ട, ഉമ്മാനെ അവർക്ക് ആവശ്യമില്ല, ഉപ്പാനെ ആവശ്യമില്ല. ഉമ്മയും ഉപ്പയും സഹായിക്കാത്തൊരു ലോകം, മക്കൾ സഹായിക്കാത്തൊരു ലോകം, ആരും സഹകരിക്കാത്തൊരു ലോകം, ആർക്കും ആരെയും സഹായിക്കാൻ പറ്റാത്ത ലോകം. ചില ആളുകൾ ഉറക്കെ പറയുമത്രേ, എൻ്റെ മക്കളെയും കുടുംബത്തെയും ഫിദിയ നൽകിക്കൊണ്ടെങ്കിലും എനിക്ക് ഈ നരകത്തിന്റെ വഴിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് ഓരോ മനുഷ്യരും നിരന്തരമായി ആലോചിക്കുന്ന സമയം ആദം നബി അലൈഹിസ്സലാമിനെ കണ്ട് ആളുകൾ പറയത്രേ, നിങ്ങൾ ആദം നബി അല്ലേ, ആദ്യത്തെ മനുഷ്യനല്ലേ, നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ അള്ളഹാനോട്, നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ അള്ളഹാനോട്. ആദം നബി പറയും, എനിക്ക് പറയാൻ കഴിയില്ല, എനിക്കൊന്നും പറയാൻ കഴിയില്ല. എങ്ങനെ ഞാൻ പറയും? ഞാനന്ന് ആ പഴം കഴിച്ചതിന്റെ വിഷമത്തിലാണ്. അള്ളാഹു ആണെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഭയങ്കര ചൂടിലാണ് അള്ളാഹ്. ഞാൻ എന്ത് പറയും? ലോകത്തുള്ള മുഴുവൻ നബിമാരെയും ചെന്ന ആളുകൾ ഇങ്ങനെ നിരന്തരം വന്ന് ഈ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തും, ഈ ഒന്ന് വിചാരണ എളുപ്പമാക്കാൻ. ചില ആളുകൾ പറയത്തില്ല, നരകെങ്കിൽ നരകം, ഇവിടുന്ന് ഒന്ന് രക്ഷപ്പെടാൻ. ആ സമയത്ത് ലോകത്തുള്ള മനുഷ്യർക്ക് വേണ്ടി അവസാനം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ് അള്ളാഹിന്റെ മുമ്പിൽ ചെന്ന് സുജൂദിൽ വീണ് കിടന്നുകൊണ്ട് അള്ളാഹുവിനോട് പറയും, അള്ളാഹുവേ ഒരു തീരുമാനം ഉണ്ടാക്കി തരണം, യാ മുഹമ്മദ് സൽ തുഅതി, എന്താണ് വേണ്ടത് എന്ന് അള്ളാഹുവിന് മുമ്പിൽ ശുപാർശക്ക് അർഹതയുള്ള അംഗീകാരമുള്ള ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രവാചകനാണ്, മുഹമ്മദ് റസൂലുള്ളയാണ്. ആ മുഹമ്മദ് റസൂലുള്ളയെ സ്വന്തം മാതാവിനേക്കാൾ, പിതാവിനേക്കാൾ, കുട്ടികളെക്കാൾ, കച്ചവടത്തെക്കാൾ, ഇഷ്ടങ്ങളെക്കാൾ, ഗെയിമുകളെക്കാൾ നമുക്ക് സ്നേഹിക്കാൻ കഴിയണം. അന്ത ഉമ്മുൻ അം അബുൻ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. നമ്മളൊക്കെ കേൾക്കാറുള്ള മൗലിദ് പാരായണത്തിൽ നമുക്ക് പറ്റാത്ത ചില വരികളുണ്ടെങ്കിലും പറ്റുന്ന ഒരുപാട് നല്ല വരികൾ പ്രവാചകനെ കുറിച്ച്, ഉമ്മയേക്കാൾ ഉപ്പയേക്കാൾ എല്ലാവരേക്കാളും എൻ്റെ സയ്യിദാണ് എൻ്റെ പ്രവാചകൻ എന്ന് പറയുന്ന വളരെ ഹൃദയത്തിൽ തട്ടുന്ന വൈകാരികമായ സ്നേഹമാണ് അള്ളാഹുവിന്റെ റസൂലിനോട് നമുക്കുണ്ടാവേണ്ടത് എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ നമുക്ക് അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഒരു നനവായി മാറിയിട്ടുണ്ട്. സത്യത്തിൽ നമ്മുടെ മനസ്സിൽ പ്രവാചകനോടുള്ള ഇഷ്ടം ഇങ്ങനെ പാറ പോലെ അവിടെ കിടക്കുകയാണ്. അതിനൊരു നനവില്ല, അതിനൊരു പുരോഗതിയില്ല, അതിൽ പ്രതിരോധമില്ല, അതിൽ ഇഷ്ടങ്ങളില്ല, അതിൽ നമ്മുടെ കർമ്മങ്ങളുടെ വിശുദ്ധിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഖുൽ നബി, നിങ്ങൾ പറഞ്ഞോളിട്ടോ, ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അള്ളാഹിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണം, നിങ്ങൾ എന്നെ പിൻപറ്റണം എന്നുള്ളതാണ്. അതുകൊണ്ട് റസൂലിനെ കുറിച്ച്
നമുക്കറിയണം സഹോദരന്മാരെ, നമ്മുടെ നബിയുടെ പൂർണ്ണമായ പേരറിയാത്ത കുട്ടികളുണ്ട്, നുബുവത്ത് അറിയാത്ത കുട്ടികളുണ്ട്. ഉമ്മാന്റെ പേരും ഉപ്പാന്റെ പേരൊക്കെ പിന്നെയും കുറച്ചൊക്കെ ആൾക്കാർക്ക് അറിയും. നബിയെ കുറിച്ച് നമ്മൾ അറിയണം. ഞാൻ ഇന്ന് പ്രത്യേകം എഴുതി വെച്ചിട്ടുള്ള കാര്യം, നബിന്റെ ജനനം മുതൽ വഫാത്ത് വരെയുള്ള കാര്യങ്ങളൊന്ന് ചെറിയ തോതിൽ പറഞ്ഞു പോണെന്നാ. ഇതൊക്കെ ഉണ്ടാവും ചിലപ്പോ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ 2 മക്കളിൽ ആദ്യത്തെ മകനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ പരമ്പരയിൽ ഖുറൈശി ഗോത്രത്തിൽ ഹാഷിം കുടുംബത്തിലാണ് മുഹമ്മദ് റസൂലുള്ളാഹിയുടെ ജനനം എന്ന് പറയുന്നത്. അബ്ദുള്ളയാണ് ഉപ്പ, ആമിനയാണ് ഉമ്മ. അബ്ദുൽ മുത്തലിബിന്റെ മകനാണ് അബ്ദുള്ള കുടുംബത്തിൽ പ്രിയപ്പെട്ട ഒരാളായിരുന്നു. എല്ലാവർക്കും പ്രിയപ്പെട്ടതായത് കൊണ്ട് അബ്ദുള്ളയുടെ കുട്ടിയോട് ആളുകൾക്ക് ഒരു പ്രത്യേക ഇഷ്ടം ഉണ്ടായിരുന്നു. പക്ഷെ കുട്ടി ജനിക്കുന്നതിന് മുമ്പ് തന്നെ അബ്ദുള്ള ലോകത്തോട് വിട പറഞ്ഞു. കുട്ടി ജനിച്ച ഉടനെ തന്നെ കുട്ടിക്ക് മുഹമ്മദ് എന്ന് പേരിട്ടത് അബ്ദുൽ മുത്തലിബാണ്. കുട്ടിയെ പാല് കൊടുക്കാനും മറ്റുമൊക്കെ ആയിട്ട് ഏൽപ്പിച്ചത് 2 സ്ത്രീകളെയാണ്. സുവൈബത്തുൽ അസ്ലമിയ എന്ന് പറയുന്ന ഒരു അടിമ സ്ത്രീയായിരുന്നു നബിക്ക്. കുട്ടിക്ക് ആദ്യം ആരും തയ്യാറായില്ല. അനാഥ കുട്ടികൾക്ക് മുല കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പലരും മാറി. ആരുമില്ലാത്ത സാഹചര്യത്തിലാണ് ഹലീമ ബീവി പിന്നെ അത് ഏറ്റെടുക്കുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവണം. ഹലീമ ബീബി 2 വർഷം മുല കൊടുത്തതിന് ശേഷം കുട്ടിയെ തിരിച്ചേൽപ്പിക്കുമ്പോൾ ഉമ്മ പറയുന്നത്, കുറച്ചുകൂടി കാലങ്ങളെടുത്ത് നിന്നോട്ടെ, ഒരു ചിട്ടയും വ്യവസ്ഥയും ഒരു ഭാഷാപരമായ മികവൊക്കെ ഉണ്ടാവാൻ നല്ലത് നിങ്ങളെ കുടുംബം കൊണ്ട് വീണ്ടും അങ്ങോട്ട് വിട്ടുകൊടുത്ത് 5 വയസ്സിന് ശേഷമാണ് കുട്ടിയെ പിന്നീട് ഉമ്മയെ ഏൽപ്പിക്കുന്നത്. ഉമ്മയും മകനും കൂടി അടുത്ത ബന്ധം സ്ഥാപിക്കുമ്പോഴാണ് ഉപ്പയുടെ ഖബർ കാണാൻ വേണ്ടി 6ാമത്തെ വയസ്സിൽ പോകുന്നത്. ആ ഖബർ കണ്ട് തിരിച്ചു പോരുമ്പോ അബവ എന്ന സ്ഥലത്ത് വെച്ച് ഉമ്മയും മരണപ്പെട്ടു. പൂർണ്ണമായും കുഞ്ഞനാഥനായി. ആ കുട്ടിയെ പിന്നീട് ഏറ്റെടുക്കുന്നത് സ്വന്തം വാപ്പാനെ പോലെ ഉമ്മാനെ പോലെ ആ സ്ഥാനത്ത് നിന്നും നബിയെ വളർത്തുന്നത് നബിന്റെ വല്യപ്പ അബ്ദുൽ മുത്തലിബാൻ. വലിയ സ്നേഹമായിരുന്നു കുട്ടിനോട്, മടിയിന്നിറക്കി വെക്കാതെ സ്നേഹിച്ചിരുന്നു. പക്ഷെ 8 വയസ്സായപ്പോ വല്യപ്പയും മരണപ്പെട്ടു. പിന്നീട് ആണ് അബൂ ത്വാലിബ് നബിന്റെ മൂത്താപ്പ നബിയെ വളർത്തുന്നത്. മൂത്താപ്പയാണ് ശരിക്കും നബിയുടെ ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും ഒരു വ്യവസ്ഥയും ഒക്കെ ഉണ്ടാക്കിയെടുത്തത് എന്ന് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ കാണാൻ കഴിയും. 12ാമത്തെ വയസ്സിൽ മൂത്താപ്പയും കുട്ടിയും കൂടി സിറിയയിലേക്ക് പോകുന്ന സമയത്ത് ജോർജസ് എന്ന രാജാവ്, ബുസ്ര എന്ന സ്ഥലത്ത് വെച്ച് ജോർജസ് രാജാവ് ഇദ്ദേഹത്തിന്റെ സ്വീകരണം കൊടുക്കുന്നുണ്ട്. അപ്പൊ താരങ്ങളെ കൂടെയുള്ള കുട്ടി എന്ന് കേൾക്കുമ്പോൾ പറയുന്നുണ്ട്, ഇതിന്റെ അനുജന്റെ മോനാണ്, അബ്ദുള്ളാന്റെ മോനാണ്. ഈ കുട്ടി വല്ലാത്ത കുട്ടിയാണല്ലോ, ഈ കുട്ടിയിൽ ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടല്ലോ, ഈ കുട്ടിയെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ശത്രുക്കളെ കയ്യിൽപ്പെടാതെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് സംരക്ഷണം പറഞ്ഞ് ഓർമ്മപ്പെടുത്തുന്നത് മുതലാണ് അബൂ ത്വാലിബ് അല്പം കൂടി നന്നായി പ്രവാചകനെ ശ്രദ്ധിക്കുന്നത്. സത്യസന്ധനായിരുന്നു, അൽ അമീൻ. ആലോചിച്ചൊക്കെ ഒരു മനുഷ്യനെ, അതും കള്ളന്മാരുടെ നാട്ടിൽ, കള്ളത്തരം മാത്രം പറയുന്ന നാട്ടിൽ, എല്ലാവരും കള്ളത്തരം ചെയ്യുന്ന ഒരു നാട്ടിലാണ് സത്യസന്ധനായ ഒരു കുഞ്ഞുമകൻ, ഉപ്പയില്ലാതെ ഉമ്മയില്ലാതെ വല്യപ്പയില്ലാതെ കുടുംബത്തിന്റെ പിന്തുണ അധികമൊന്നുമില്ലാതെ അവിടെ വളരുന്നത് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അൽ അമീൻ, സത്യസന്ധൻ. ആ പേര് തന്നെ ആളുകൾ അറിയപ്പെട്ടു. മുഹമ്മദ് എന്ന് പോലും അള്ളാഹുവിന്റെ പ്രവാചകനെ ആളുകൾ വിളിച്ചില്ല. 14ാമത്തെ വയസ്സിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഹർബുൽ ഫിജാർ എന്നാണ് ആ യുദ്ധത്തിന്റെ പേര്. അതൊക്കെ നമ്മൾ അറിയേണ്ടത് തന്നെയാണ്. ഹർബുൽ ഫിജാർ, എളാപ്പ മൂത്താപ്പന്മാരൊക്കെ പങ്കെടുക്കുന്നത് കൊണ്ട് കുടുംബത്തെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ യുദ്ധത്തിൽ പങ്കെടുക്കുന്നത്. പിന്നീട് കച്ചവടത്തിനും മറ്റൊക്കെ ആയിട്ട് പല സ്ഥലത്തേക്കും പോകാൻ തുടങ്ങി. അങ്ങനെ അതൊക്കെ ഒരു പരിശീലനം കിട്ടി. മാന്യമായ കച്ചവടക്കാരൻ, ആരെയും പറ്റിക്കാത്ത കച്ചവടക്കാരൻ. കൗമാരത്തിൽ നിന്നും യുവത്വത്തിലേക്ക് മാറിയപ്പോ ഖദീജ ബീവി എന്ന അന്നത്തെ അവിടുത്തെ കോടീശ്വരിയായ, കുലീനയായ, വിധവയായ അവരുടെ കച്ചവട സ്ഥാപനത്തിൽ ജോലി നോക്കിക്കൊണ്ട് മുഹമ്മദ് നബി അങ്ങോട്ട് ചെല്ലുകയാണ്. 25ാമത്തെ വയസ്സിലാണ് 40 വയസ്സുള്ള ഖദീജ ബീവിയെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിക്കുന്നത്. വിവാഹത്തെക്കുറിച്ചൊക്കെ വലിയ ആരോപണങ്ങൾ ഇന്ന് സമൂഹത്തിലുണ്ട്. ഏത് പ്രായത്തിൽപ്പെട്ട എത്ര സുന്ദരിയായ കുട്ടിയെയും കിട്ടുന്നൊരു സമയത്താണ് തന്നേക്കാൾ 15 വയസ്സ് മൂത്ത ഒരു പെണ്ണിനെ, ഒരു സ്ത്രീയെ അള്ളാഹുവിന്റെ റസൂൽ വിവാഹം കഴിക്കുന്നത്. ആ വിവാഹത്തിൽ അവർക്ക് 6 കുട്ടികളുണ്ട്. മൊത്തം നബിക്ക് 7 കുട്ടികളാണ്. ഒരു കുട്ടി ഒരു അടിമ സ്ത്രീയുടെ കുട്ടിയാണ്, മാരിയത്തുൽ ഖിബ്തിയ എന്ന് പറയുന്ന ഇബ്രാഹിം എന്ന കുട്ടി. ബാക്കി 2 ആൺകുട്ടികളും 4 പെൺകുട്ടികളും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖദീജ ബീവിയിലാണ്. വേറെ ഒരു ഭാര്യമാരിലും കുട്ടികളില്ല. 2ാമത് നബി വിവാഹം കഴിക്കുന്നത് 60 വയസ്സുള്ള സൗദ ബീവിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 9 വയസ്സുള്ള ആയിഷ ബീവി വിവാഹം ചെയ്തിട്ടുണ്ട്.
അതിന്റെ പിൻബലം എന്താണ്, അതിന്റെ സത്യം എന്താണ്, അതിന്റെ കാര്യങ്ങൾ എന്താണെന്ന് ഓരോ വിശ്വാസിയും പ്രതിരോധിക്കാൻ വേണ്ടിയെങ്കിലും പഠിച്ചിരിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ ആ കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തുന്നത്. 35-ാമത്തെ വയസ്സിലാണ് കഅബ പുതുക്കി പണിയുന്നതുമായി ബന്ധപ്പെട്ട് ഹജറുൽ അസ്വദ് എവിടെ വെക്കണം എന്നുള്ള തർക്കം. എല്ലാ ഗോത്രക്കാരും പൊരിഞ്ഞാടി. യുദ്ധത്തിന്റെ വക്കത്തെത്തിയ ഒരു സമയത്ത് ഒരാൾ എനിക്കെന്ന് പറഞ്ഞു, ഇങ്ങോട്ട് ഞാൻ ആരാണോ ആദ്യം വരുന്നത് അയാൾ തീരുമാനം പറയട്ടെ. നിങ്ങൾ എല്ലാവരും കൂടിയും കച്ചറുണ്ടാക്കി നടക്കൂലല്ലോ, കല്ലാരും എടുത്ത് വെക്കണമല്ലോ. അങ്ങോട്ട് ആദ്യം കയറി വന്നത് മുഹമ്മദ് റസൂലുള്ളാഹിയാണ്. ഓരോ ഗോത്രക്കാരും വിചാരിച്ചത് ഇന്റെ ആളാണ് മുഹമ്മദ് എന്നാണ്. നബിയാവുന്നതിന്റെ 5 കൊല്ലം മുമ്പാണ് എല്ലാവർക്കും സ്വീകാര്യനാവുക, എല്ലാവരോടും മാന്യമായി പെരുമാറുക, എല്ലാവരുടെയും മനസ്സറിയാൻ സാധിക്കുക. എന്തൊരു ജീവിതമാണ്, എന്തൊരു മനോഹരമായ ജീവിതമാണ്. കയറി വന്നപ്പോൾ തന്നെ നബിയുടെ ആൾക്കാർ പറഞ്ഞു, മുഹമ്മദ് എങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ. ഒരു പുതപ്പ് കൊണ്ടുവരാൻ പറഞ്ഞു, കല്ലെടുത്ത് വെച്ചു. എല്ലാ ഗോത്രക്കാരും കയ്യിൽ വെച്ച് കല്ലവിടെ കൊണ്ടുപോയി വെച്ചു. പ്രവാചകൻ നേതൃത്വത്തിലേക്ക് വരികയാണ്. 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടുന്നത് ജബൽ നൂറിലെ ഹിറ പർവ്വതത്തിൽ വെച്ചാണ്, ഹിറ ഗുഹയിൽ വെച്ചാണ്. അള്ളാഹു റസൂൽ നുബുവത്തിന്റെ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസ്വസ്ഥത എന്തായിരുന്നു? അസ്വസ്ഥത, നാട്ടുകാർ മുഴുവനും പ്രശ്നക്കാര്, സർവ്വ മനുഷ്യന്മാരും മദ്യപാനികൾ. മദ്യം എന്ന് പറഞ്ഞാല് 24 മണിക്കൂറും മദ്യം. മുന്തിരിവള്ളിന്റെ ചോട്ടിൽ എന്നെ കുഴിച്ചിടണമെന്നൊക്കെ വാപ്പ വസീയത്ത് നടത്തിയ കാലമാണത്. ഒന്ന് ആലോചിച്ച് നോക്ക്, ആളുകൾ മദ്യം, ബാപ്പയും മകനും ഉമ്മയും കുട്ടികളും മക്കളും ഒക്കെ ഒന്നിച്ചൊരുമിച്ച് കഞ്ഞി കുടിക്കുന്നത് പോലെ മദ്യം കുടിക്കുന്ന ഒരു കാലം. പരസ്പരം തമ്മിലടിച്ചും കഴുത്തറുത്തും ജീവിക്കുന്ന കാലം. വെറുതെ നാട്ടുകാർ തല്ലൂടിയാണ്ട് പിന്നെ തമ്മിൽ തല്ലിച്ചാകുക. ചത്ത മനുഷ്യരെ കുഴിച്ചിടാൻ പോലും തോന്നാത്ത അത്രയും കാടൻ സംസ്കാരമുള്ള ഒരു ലോകം. മുഹമ്മദ് റസൂലുള്ളാഹിക്ക് വേദനയായി, സങ്കടമായി. രാത്രി കള്ള് കുടിക്കുന്ന സമയത്ത്, ഉറങ്ങുന്ന സമയത്ത് ഒരു പാത്രത്തിൽ, ഒരു കപ്പിൽ കള്ള് അവിടെ അടച്ചു വെക്കും. നേരം വെളുത്തെണീറ്റാൽ പല്ലുകൂടിയും തേക്കാതെ ആദ്യം ഇത് കുടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ജനത. അങ്ങനെ ഒരു ചങ്ങായി അടച്ചു വെക്കാൻ മറന്ന് അതിനെന്താ വല്ല കൂറയോ പല്ലിയോ എന്തോ ഒന്ന് ചാടി. നേരം വെളുത്തെണിച്ച് നോക്കുമ്പോൾ അടച്ചു വെച്ചിട്ടില്ല. ഇതിന്റെ ഇങ്ങനെ വാലിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ കാണുന്നുണ്ട്. ആ 2 വാല് കൂട്ടിപ്പിടിച്ച് അതിങ്ങനെ പൊക്കിയപ്പോൾ അതിന്റെ ഈ വായിലൂടെ വയറ് നിറഞ്ഞിട്ട് ഇങ്ങനെ ഇത് ഉറ്റുന്നുണ്ട്. അത് അദ്ദേഹം നോക്കിയിട്ട് അതിനോട് പറയത്രേ, കൂറെ നീ എത്ര ഭാഗ്യവാനാണ്, നിനക്ക് ഇതിൽ കിടന്ന് കുടിച്ചു മരിക്കാൻ പറ്റിയല്ലോ, എനിക്കതിന് പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞ് കരയുന്ന മദ്യപാനികൾ. എന്നിട്ട് പിന്നെ അയാളെ കുടിക്കുന്നുണ്ട്. അത്ര മോശപ്പെട്ട് ജീവിച്ച മനുഷ്യനെ കുറിച്ച് നിരന്തരം ഹൃദയത്തിൽ ആലോചിക്കുകയാണ്, എങ്ങനെ നന്നാക്കും, എങ്ങനെ മാറ്റിയെടുക്കും. ആ ആലോചനയിലാണ് പിന്നീട് അള്ളാഹുവിന്റെ പ്രവാചകൻ നുബുവത്ത് കിട്ടുന്നത്. നുബുവത്തിന് ശേഷം 13 കൊല്ലത്തെ അവസ്ഥ നമ്മൾ ഇൻഷാ അല്ലാഹ് നേരത്തെ അത് ഹിജ്റയുമായി ബന്ധപ്പെട്ടൊക്കെ പറഞ്ഞതാണ്. നബി അനുഭവിച്ച പ്രയാസങ്ങൾ, നബി അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ. സഫാ മലയിൽ കയറിയിട്ട് പരസ്യമായി പ്രബോധനം ചെയ്തപ്പോൾ കുടുംബക്കാർ ആക്ഷേപിച്ചത്, അബൂലഹബ് ആക്ഷേപിച്ചത്. അന്ന് വരെ അൽ അമീൻ എന്ന് വിളിച്ച മുഴുവൻ മനുഷ്യരും അള്ളാഹുവിന്റെ പ്രവാചകനെ കള്ളാന്ന് വിളിച്ചു. ആരും വിശ്വസിച്ചെങ്കിലും കള്ളാന്ന് വിളിച്ചു, മാരണക്കാരനാന്ന് വിളിച്ചു, ബന്ധം മുറിക്കുന്നവനാണെന്ന് പറഞ്ഞു. ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചു. അബിസീനിയയിലേക്ക് ഹിജ്റ പോകേണ്ട അവസ്ഥയുണ്ടായി. നബിയുടെ കൂട്ടുകാർ ത്വായിഫിലേക്ക് ചെന്നപ്പോൾ കല്ലേറ് കിട്ടി. 50-ാമത്തെ വയസ്സിൽ ഭാര്യയും പ്രിയപ്പെട്ട ഭാര്യ 65-ാമത്തെ വയസ്സിലാണ് മരണപ്പെടുന്നത്. നബിയുടെ 50-ാമത്തെ വയസ്സിൽ ഭാര്യയും നബിന്റെ എളാപ്പയും മൂത്താപ്പയും മരണപ്പെട്ടത് 50-ാമത്തെ വയസ്സിൽ. ദുഃഖവർഷം. ആ വർഷം തന്നെ നബിയുടെ ദുരന്ത വർഷമായി നബി രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ പറ്റും. പിന്നീട് പ്രവാചകൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്നു. ബദർ യുദ്ധം, ഖന്തഖ് യുദ്ധം, പിന്നെ ഉഹുദ് യുദ്ധം, അതിനുശേഷമുള്ള ഹുദൈബിയ സന്ധി, അഖബ ഉടമ്പടി അടക്കമുള്ള എല്ലാ സംഭവങ്ങളും. ഹുദൈബിയ സന്ധി കഴിഞ്ഞ്, മക്ക വിജയം കഴിഞ്ഞ്, നബിയുടെ ഹജ്ജത്തുൽ വിദാ കഴിഞ്ഞ് 63-ാമത്തെ വയസ്സിലാണ് ഈ ലോകത്തോട് അള്ളാഹുവിന്റെ റസൂല് വിട പറഞ്ഞു പോകുന്നത് എന്നുള്ളതാണ്. ഈ നബിയുടെ ചരിത്രം, നബിയുടെ ഓരോ വർഷം, നബിന്റെ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇതൊക്കെ നമ്മളെ കുട്ടികൾക്കും അറിയണം. അതുമായി ബന്ധപ്പെട്ട പഠനവും ആലോചനയും നമ്മുടെ വീടുകളിൽ ഉണ്ടാവണം. അത് തന്നെയാണ് പ്രവാചകനെ കുറിച്ചുള്ള പ്രതിരോധം എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാകാന ശഖ്സുൻ അഹബ്ബു ഇലൈഹി റുയതൻ മിൻ റസൂലില്ലാഹ്, പ്രവാചകനേക്കാൾ ഭംഗിയുള്ള, പ്രവാചകനേക്കാൾ കണ്ടാസ്വദിക്കാൻ കഴിയുന്ന ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരെയും പിന്നെ ആക്ഷേപിച്ചിട്ടില്ല. അത്ര കൊല്ലം, 10 കൊല്ലം നബിന്റെ കൂടെ ഉണ്ടായിരുന്ന പിന്നെ അനസ് എന്ന കുട്ടി പറയുന്നുണ്ട്, 10 കൊല്ലത്തിനിടക്ക് ഒരൊറ്റ തവണ പോലും ഛേ എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ല. 10 മിനിറ്റ് ഇരിക്കൂല നമ്മളടുത്ത ആൾക്കാര്, 5 മിനിറ്റ് ഇരിക്കൂല. നമുക്ക് അപ്പോഴേക്കും എന്തെങ്കിലും പറയേണ്ടി വരും.
ആളുകളെ വേദനിപ്പിക്കുക, അവരെ കുറവുകൾ കണ്ടെത്തുക, അവരെ മൈനസുകൾ മാത്രം പറയുക, അവരെ പോസിറ്റീവായ കാര്യങ്ങൾ തീരെ കാണാതിരിക്കുക എന്ന് നമ്മളൊരു പ്രശ്നം തന്നെയാണ്. എല്ലാ വിഷയത്തിലും അങ്ങനെയാണ്. അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ ആയിരുന്നില്ല. അതുകൊണ്ടാണ് വ്യഭിചരിക്കാൻ വന്നവനോട് അങ്ങനെ വ്യഭിചരിക്കുന്നത് പെണ്ണാണെങ്കിൽ എൻ്റെ ഉമ്മച്ചൊരു പെണ്ണല്ലടാ അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? എൻ്റെ പെങ്ങളൊരു പെണ്ണല്ലേ, എൻ്റെ മകളൊരു പെണ്ണല്ലേ, അതിനെ വേറൊരാൾ വ്യഭിചരിക്കാൻ എനിക്ക് ഇഷ്ടപ്പെടുമോ? അങ്ങനെ ഏത് ക്രൂരനായ മനുഷ്യനെയും ചേർത്ത് പിടിക്കാൻ റസൂലുള്ള കാണിച്ച ആ വിശാലത ആരെയും അടിച്ചിട്ടില്ല. അടിക്കാൻ നബി പറഞ്ഞിട്ടുണ്ട് ഒന്ന് രണ്ട് കാര്യത്തിൽ. ഭാര്യമാരുടെ വിഷയത്തിൽ ചെറിയൊരു നിർദ്ദേശമുണ്ട്. 10 വയസ്സായാലും നിസ്കരിക്കാത്തതിന്റെ പേരിൽ മാത്രം കുട്ടികളെ അടിക്കാമെന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. പണ്ഡിതന്മാർ പറയുന്നത് 10 വയസ്സായ നിസ്കരിക്കാൻ പറയേണ്ടി വരൂല എന്നാ. എനിക്ക് തോന്നുന്നത് തീരെ അടിക്കാത്ത അതിന് മാത്രമേ നിസ്കരിച്ചാലേ അടിച്ചോളൂ എന്നിടത്ത് എത്തിയിട്ട് നമ്മളെ കാര്യങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിൽ വെച്ച് വടികൊണ്ട് ഒരു സ്വഹാബി എങ്ങനെ, ഒക്കാസ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, റളിയല്ലാഹു അൻഹു, ഒരു അടി അടിച്ചിട്ടുണ്ട് ചെറുത്. ആകെ സങ്കടമായി മൂപ്പർക്ക്, കരഞ്ഞു. നബിനെ അടിച്ചില്ലേ, എനിക്കും നബിനെ അടിക്കണം, തിരിച്ചടിക്കണം എന്ന് പറഞ്ഞു. നബി ഒന്ന് അടിച്ചോ? സ്വഹാബത്തൊക്കെ പറഞ്ഞു എന്താണ് ഈ പറയണേ, അങ്ങനെയൊന്നും പറയല്ലേ, അല്ല എനിക്ക് നബിനെ അടിക്കണം. അടിക്കാൻ വേണ്ടി ചെന്നപ്പോൾ പറഞ്ഞു നബിനെ വടി കൊണ്ടാണ് അടിച്ചു, എനിക്ക് വടി കൊണ്ട് അടിക്കണം. നബി ആ വടി അവനെ കയ്യിൽ പോയി. വളണ്ടിയർമാരെങ്ങനെ അടുപ്പിച്ച് നിർത്തുമ്പോഴാണ്. പിന്നെ ഉക്കാശ പറഞ്ഞു നബിനെ അടിച്ചപ്പോൾ എനിക്ക് കുപ്പായം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് നബി കുപ്പായം അഴിക്കണം എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കൊച്ചുകുട്ടിയെ പോലെ തന്റെ ഷർട്ട് അഴിച്ചിട്ട് ഉക്കാശിനെ വിളിച്ചു നിന്നു. കഴിഞ്ഞ പാടെ കണ്ണു നിറഞ്ഞ് ഉക്കാശ നബിയെ കെട്ടിപ്പിടിച്ച് പ്രവാചകനെ കവിളിലും ചുംബിച്ചു എന്നാണ്. ഞാനെങ്ങാനും നരകത്തേക്ക് പോവുകയാണെങ്കിലും റസൂലുള്ളാഹിന്റെ ശരീരവുമായി ചേർന്ന് നിന്ന ഒരു ശരീരം എന്ന നിലക്ക് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നത്. അങ്ങനെ നബിനെ സ്നേഹിച്ചവരുണ്ട്, അങ്ങനെയുള്ള സ്നേഹം ഉണ്ടായിട്ടുണ്ട്. ആ സ്നേഹത്തെ നമ്മൾ എതിർത്തിട്ടില്ല. ആ സ്നേഹത്തോടൊപ്പം അള്ളാഹുവിന്റെ പ്രവാചകന്റെ മാതൃക പിൻപറ്റാൻ നമുക്ക് സാധിക്കുക എന്നത് വളരെ പ്രധാനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിലേക്ക് വരുമ്പോൾ സ്വഹാബത്ത് എണീറ്റ് നിന്നിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ? വകാനു ഇദാ റഅൗഹു ലം യഖൂമു, എണീറ്റ് നിൽക്കൂല. എന്താ കാരണം? ലിമാ യഅലമുന മിൻ കറാഹതി ലിദാലിക, റസൂലുള്ളാഹിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. നബി കയറി വരുമ്പോൾ എണീക്കാൻ സമ്മതിക്കൂല ആരെയും. ഒരു സ്ഥലത്തേക്ക് സന്ദർശനം പോകുമ്പോൾ നബിന്റെ കൈ മുത്തിയൊരു സംഭവം ഉണ്ട്. നബി എന്താ പറഞ്ഞേ? ദയവ് ചെയ്തിട്ട് നിങ്ങളുടെ കൈ മുത്തല്ലേ. ഈസാ മറിയമിനോട് അവർ ചെയ്തതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൂട്ടല്ലേ. അതേ പ്രവാചകൻ തന്നെ ബനൂ ഖുറൈള ഗോത്രത്തില് മധ്യസ്ഥൻ വഹിച്ചിരുന്ന പ്രമുഖനായ സഹാബി സഅദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരു സദസ്സിലേക്ക് കയറി വന്നപ്പോ ഫജാ അലാ ഹിമാരിൻ, കുതിരപ്പുറത്ത് ഇങ്ങനെ വന്നപ്പോ ഫലമ്മാ ദനാ ഖൂമു ഇലാ സയ്യിദിക്കും, നിങ്ങളെ നേതാവ് വരുന്നുണ്ട് എല്ലാവരും നീച്ചിക്കി എന്ന് റസൂൽ പറയുന്നുണ്ട്. ഉസ്താദുമാര് വരുമ്പോ, വാപ്പാര് വരുമ്പോ, മുതിർന്നവർ വരുമ്പോ എണീറ്റ് നിൽക്കണം, അത് ബഹുമാനമാണ്. പക്ഷെ റസൂലുള്ള സദസ്സിലേക്ക് വന്നപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ എണീക്കല്ലേ. അന്ന് അങ്ങനെ എണീറ്റ് നിന്ന് തുടങ്ങിയാൽ പിന്നീട് അത് വലിയ ആരാധനയായിട്ട് മാറും. അള്ളാഹുവിന്റെ ദർജന്റെ അപ്പുറത്തേക്ക് നബിയെ ഉയർത്തിക്കൊണ്ടുവരും. അത്തരത്തിലേക്ക് നിങ്ങൾ പോകല്ലേ എന്ന് അള്ളാഹു റസൂൽ ആശങ്കയോട് കൂടിയാണ് ആ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി നമുക്ക് കാണാൻ പറ്റും. അള്ളാഹുവിന്റെ പ്രവാചകനെ ഉള്ളു നിറഞ്ഞ് സ്നേഹിക്കാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു സംഭവം പറയുന്നുണ്ട്. അദ്ദേഹം ഹിജ്റ പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ വെള്ളം കുറച്ച് ബാക്കിയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആണെങ്കിൽ വെള്ളം ഇല്ല, ഭയങ്കര ദാഹമുണ്ട്, ഭയങ്കരമായ ദാഹമുണ്ട്. വെള്ളം ആവശ്യപ്പെട്ടപ്പോഴേക്കും ഒരു ചെറിയ കുപ്പി എടുത്തു. ആ കുപ്പി കണ്ടപ്പോൾ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കുപ്പി കണ്ടപ്പോൾ തന്നെ നബി വിചാരിച്ചത് നബിക്ക് കൊടുക്കാനാണെന്നാണ്. അപ്പോൾ വേഗം അത് നബി അങ്ങോട്ട് വാങ്ങിയിട്ട് ഒക്കെയാണ് കുടിച്ചു, ഫുള്ളും കുടിച്ചു. ഫജിഅ്തു ബിദമഖത്തിൻ ലബനിൻ ഫനാവൽതുഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇശ്രിബ് യാ റസൂലല്ലാഹ് ഫശരിബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫുള്ള് നബി കുടിച്ചു. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് പറയാൻ ഹത്തർ തളൈതു, ഇന്റെ ദാഹം മാറുവോളം നബി കുടിച്ചു. നമ്മളാണെങ്കിൽ നേരെ എതിരാ പറയാം, ഒക്കെയാണ് കുടിച്ചു, എനിക്കൊന്നും കിട്ടിയില്ല. അപ്പൊ നബി അത് കുടിച്ചപ്പം അബൂബക്കർ സിദ്ദീഖിന്റെ ദാഹമാണ് മാറിയത് എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ റസൂലിനെ അങ്ങനെ സ്നേഹിക്കാൻ, എല്ലാ സമയത്തും അത് ഉള്ളിൽ നിറഞ്ഞു നിൽക്കാൻ, അതിനാവശ്യമായ രീതിയിലുള്ള മാതൃകകൾ പിൻപറ്റാൻ, ഇത്തിരിയൊക്കെ അതിനു വേണ്ടി ഖുർആൻ പാരായണം ചെയ്യാൻ, 10 സ്വലാത്ത് ചൊല്ലാൻ,
അങ്ങനെയുള്ള കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് പ്രവാചകനെ ഹൃദയത്തിൽ സ്വീകരിക്കാനുള്ള മനസ്സാണ് നമുക്ക് ഈ കാലഘട്ടത്തിൽ ഉണ്ടാവേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തി മുന്നോട്ട് പോകുന്ന മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ മാലാക്കന്മാരൊക്കെ പ്രവാചകനെ ധാരാളമായി അനുഗ്രഹിക്കുന്നു, പ്രവാചകന് നന്മ നേരുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, നിങ്ങൾ പ്രവാചകനെ ആശീർവദിക്കുകയും പ്രവാചകനെ വേണ്ടി സ്വലാത്ത് ചൊല്ലുകയും ചെയ്യുക എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ വന്നിട്ടുള്ള കാര്യമാണ്. അപ്പോൾ സ്വലാത്ത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. മൻ സ്വല്ലാ അലയ്യ വാഹിദ, എൻ്റെ മേലൊരാൾ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ, സ്വലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞാൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് ചൊല്ലി ഇങ്ങനെ ഒച്ചിമിളി ഉണ്ടാക്കാന്നല്ല. മാത്രമല്ല സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല ശരിക്കും ആധികാരികമായ സ്വലാത്ത് എന്ന് പറയുന്നത്. നമ്മൾ നിസ്കാരത്തിലൊക്കെ ചൊല്ലുന്ന സ്വലാത്താണ് യഥാർത്ഥത്തിൽ ആധികാരികമായ സ്വലാത്ത്, ഇബ്രാഹിമി സ്വലാത്ത്, കമാ സല്ലൈത അലാ ഇബ്രാഹിം. പക്ഷെ നമുക്ക് ചൊല്ലാനൊരു സുഖവും ഒരു താളമൊക്കെ കിട്ടുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. തെറ്റൊന്നുമല്ല, ഹദീസിൽ വന്നത് അങ്ങനെയല്ല. അതേസമയം കുറച്ചുകൂടി പ്രാമാണികമാകുന്നത് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അത് നമ്മൾ പക്ഷേ 9 മറ്റു ചൊല്ലിയിട്ട് ഇത് നമ്മൾ 10ാമത് ചൊല്ലുന്നതാണ്. കുറച്ചുകൂടി ഹദീസിൽ വന്നിട്ടുള്ള വാരിതായിട്ടുള്ള വചനങ്ങൾ എന്നുള്ളത് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം എന്ന സ്വലാത്താണ്. അപ്പൊ സ്വലാത്ത് ചൊല്ലണം ഒക്കെ നമ്മുടെ ഒരു ദിക്റിന്റെ ഭാഗം കൂടിയാണ്. പ്രവാചകനെ അങ്ങേയറ്റം അർത്ഥത്തിൽ സ്നേഹിക്കണം, പ്രവാചകനോട് ഒപ്പം സ്വർഗത്തിൽ ഉണ്ടാവണമെന്ന പ്രാർത്ഥനയുണ്ടാവണം. അത് നമുക്കും നമ്മുടെ കുട്ടികൾക്കും കുടുംബത്തിനും പകർന്നു കൊടുക്കാൻ പറ്റണം. അത്തരത്തിൽ ചില വായനയും പഠനവും നമ്മുടെ മനസ്സിൽ എല്ലാ സമയത്തും ഉണ്ടാവണം. ആ അർത്ഥത്തിൽ നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് സ്വഹാബത്തൊക്കെ നബിക്കൊരു സന്തോഷം ഉണ്ട് പറഞ്ഞാൽ അത് അവർക്ക് സന്തോഷമായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ അബൂ ഖുഹാഫ പത്രത്തിലൊക്കെ നബിന്റെ ശത്രുവായിരുന്നു. അപ്പോൾ അദ്ദേഹം മുസ്ലിം ആവണം, കണ്ണൊന്നും കാണാതെ രോഗിയായി വളരെ പ്രയാസത്തിലൊക്കെ മുസ്ലിം ആവുന്നുള്ള ആഗ്രഹം പ്രകടിച്ചപ്പോൾ അദ്ദേഹത്തെയും കൊണ്ട് താങ്ങിപ്പിടിച്ച് നബിന്റെ അടുത്തേക്ക് വന്നപ്പോൾ നബി പറഞ്ഞു, യാ അബൂബക്കർ ഹൽ തറക്ത അശൈഖ ഫീ ബൈതികി ഫതഹ്ബിന നഹ്നു ഇലൈഹി, നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടിയിരുന്നില്ലേ, നമുക്ക് അങ്ങോട്ട് പോകായിരുന്നല്ലോ, പ്രായമുള്ള ആളല്ലേ. അപ്പൊ അദ്ദേഹം പറഞ്ഞില്ല, അന്ത അഹഖു യഉതയിലേക്ക് യാ റസൂലുള്ളാഹ്, നബി നിങ്ങളടുത്തേക്കുള്ള ആളുകൾ വരേണ്ടത്, അതുകൊണ്ട് ഇങ്ങോട്ട് വരട്ടെ. അങ്ങനെ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. വലിയ ആഗ്രഹമായിരുന്നു അബൂബക്കർ സിദ്ദീഖിന് പാപ്പാനെ സ്വർഗത്തിലേക്ക് കിട്ടുക എന്നുള്ളത്. അങ്ങനെ ഇസ്ലാം സ്വീകരിച്ച് കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം ഭയങ്കര കരച്ചില്. ഹദാ യൗമു ഫർഹത്ത്, ഇത് താങ്കൾക്ക് സന്തോഷത്തിന്റെ ദിവസമാണ്, നിങ്ങളൊപ്പ നരകത്തിന്റെ വഴിയിൽ നിന്ന് സ്വർഗത്തിന്റെ വഴിയിലേക്ക് എത്തി, അതുകൊണ്ട് സന്തോഷിക്കൂ എന്ന് പറഞ്ഞപ്പോഴേക്കും അബൂബക്കർ സിദ്ദീഖ് ഭയങ്കര കരച്ചില്, വല്ലാതെ കരഞ്ഞു. ഫമല്ലദീ യുബ്കിക യാ അബൂബക്കർ, എന്തിനാണ് കരയണെന്ന് ചോദിച്ചപ്പോൾ പറയാണ്, എനിക്ക് ഇന്ന് ഉണ്ടായതിനേക്കാൾ സന്തോഷം ഉണ്ടാകുമായിരുന്നു നബിയുടെ മൂത്താപ്പ മരിക്കണ സമയത്ത് നബി പറഞ്ഞില്ലേ, മൂത്താപ്പ എൻ്റെ പൊന്നാര മൂത്താപ്പയല്ലേ, എന്നെ പോറ്റുണ്ടാക്കിയ മൂത്താപ്പയല്ലേ, ഈ ഇസ്ലാം ഒന്ന് സ്വീകരിക്കണം, ഞങ്ങളെ ഭാഗത്തേക്കൊന്ന് വരണം, നന്മയുടെ ഭാഗത്തേക്ക് വരണം എന്ന് നബി കരഞ്ഞു പറഞ്ഞു എന്നാണ്. വലഖദ് അലിംതു ബിഅന്ന ദീന മുഹമ്മദീ, മുഹമ്മദേ എൻ്റെ ദീനാണ് ഏറ്റവും നല്ലത് എനിക്കറിയാം, പക്ഷെ ഞാൻ അബൂ ത്വാലിബ് ഇത് വിശ്വസിച്ചു പറഞ്ഞ നാട്ടുകാരെന്ത് പറയും? അങ്ങനെ പ്രവാചകനെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ടാണ് അബൂ ത്വാലിബ് ലോകത്തോട് ഇവിടെ പറഞ്ഞതെന്നാണ്. വിശ്വാസിയാണോ വിശ്വാസിയല്ലേ, സ്വർഗ്ഗാണോ നരകാണോ എന്നൊക്കെ അന്ന് തീരുമാനിക്കട്ടെ. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് പറയാണ്, അങ്ങയുടെ മൂത്താപ്പ് വിശ്വസിച്ചിരുന്നെങ്കിൽ അതാണ് എനിക്ക് ഏറ്റവും സന്തോഷകരമായ കാര്യം, എൻ്റെ ഉപ്പ വരുന്നതിനേക്കാൾ എനിക്കുള്ള സന്തോഷം അതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പൊട്ടിക്കരയുന്നത്. സഹോദരന്മാരെ, റസൂലിനെ നമ്മൾ ഉള്ളു നിറഞ്ഞ് സ്നേഹിക്കുക, നമ്മുടെ പ്രവർത്തനത്തിൽ അതുണ്ടാവുക, നമ്മുടെ കർമ്മത്തിൽ അതുണ്ടാവുക. ജുമയ്ക്കൊക്കെ വരുന്ന ആളുകൾ, ഞാൻ കൂട്ടത്തിൽ പറയുന്നേ ഉള്ളൂ, അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് നേരമ്പേക്ക് വരാൻ തോന്നൂല. ഖുത്ബ തുടങ്ങുന്ന സമയത്ത് ആളുകൾ ഇവിടെ നിറച്ചില്ല, തീരുമ്പോഴേക്കും എല്ലാവരും എത്തി, കുറെ ആളുകൾ പുറത്തിരിക്കണം. ഞാൻ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല, നമുക്ക് ഇത്തിരി സ്നേഹമില്ലാത്ത മനുഷ്യന്മാരായി പോയല്ലോ. എന്തെല്ലാം കാര്യങ്ങളോട് നമുക്ക് ഇഷ്ടമുണ്ട്. വേറെയുള്ള എല്ലാ ദിവസം പോട്ടെ, ആഴ്ചയിലെ വെള്ളിയാഴ്ച ജുമാക്ക് കുറച്ചുകൂടി നേരത്തെ ഞാൻ വരണം. എന്തെല്ലാം തിരക്കുകളുണ്ട്, ഇതൊക്കെ തരുന്ന അള്ളയല്ലേ, ഇതൊക്കെ നമുക്ക് അനുവദിച്ചു തന്നതും അള്ളാഹുവിന്റെ റസൂലല്ലേ. ആ റസൂലിനെ കുറിച്ച് കേൾക്കാനും പറയാനും മനസ്സിലാക്കാനും ആ സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു അവസരമാണ് ജുമുഅ, ഫർളായ ജുമുഅ. പക്ഷെ നമുക്ക് തോന്നൂല. ഞാൻ പറയാ, ഓരോരുത്തർക്കും നബിനോടുള്ള സ്നേഹത്തിൽ എന്നുള്ളത് ഓരോരുത്തരും അവലോകനം ചെയ്യേണ്ടത്. എന്നിട്ട് നിങ്ങൾ തന്നെ നിങ്ങളെ കുറിച്ച് പറയണം, എനിക്കൊരു താല്പര്യമല്ല, നബിനോടും താല്പര്യമില്ല, ഖുർആനോടും താല്പര്യമില്ല, പിന്നെ അങ്ങനെ പോകും, കാര്യങ്ങളൊക്കെ നടന്നു പോണ്ടേ എന്നതുകൊണ്ട്. അങ്ങനെയുള്ള ആളുകളാണ് നമ്മളെങ്കിൽ നമ്മൾ സൂക്ഷിക്കണം. അതല്ല, ഞാൻ ഇങ്ങനെ ആയാൽ പോരാ, ഞാൻ കുറച്ചുകൂടി ഒരു സമയം കണ്ടെത്തണം. എത്ര കാലം നേരം ഞാൻ ഫോൺ കളിക്കുന്നുണ്ട്,
എത്രങ്ങാനും കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്, എത്രങ്ങാനും സമയത്ത് ഞാൻ വെറുതെ അങ്ങാടി കുത്തിരിക്കുന്നുണ്ട്. എന്നിട്ട് ഇത്തിരി നേരത്തെ കാലത്ത് എനിക്ക് പള്ളിക്ക് വരാൻ തോന്നില്ല. ഇപ്പോഴാണെങ്കിൽ AC ഉണ്ട്, ഒന്ന് നേരത്തെ കാലത്തവിടെ പോയി ഉറങ്ങിയെങ്കിലും ചെയ്യട്ടെ എന്ന് ചിന്തിക്കുക എന്നുള്ളത് വലിയൊരു മനസ്സാണ്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയതല്ല. ഇതൊക്കെ നബി സ്നേഹം വിലയിരുത്താൻ ഒരു മാർഗമാണ്. രാത്രി കിടന്നുറങ്ങുമ്പോൾ ഒരു 10 സ്വലാത്ത് എല്ലാം തോന്നുന്നില്ല. എന്തെല്ലാം ചറപറ വർത്താനം പറഞ്ഞ മനുഷ്യന്മാരാ. വാട്സപ്പ് തുറന്നു നോക്കണം ഓരോ മനുഷ്യന്മാരുടെ ചാറ്റിംഗ് ഒക്കെ. ആ കൂട്ടത്തിൽ രാത്രി കിടന്നുറങ്ങുമ്പോൾ ഒരു 10 സ്വലാത്ത് എല്ലാം ഈ മനുഷ്യന് സമയമില്ലാന്ന്, ഈ കുട്ടിക്ക് സമയമില്ലാന്ന്. പിന്നെ എങ്ങനെ നബി സ്നേഹം ഉണ്ടാവും? അള്ളാഹു നമ്മെല്ലാവരെയും അവൻ്റെ യഥാർത്ഥ മുത്തഖികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. തെറ്റുകളും